വഴിന്ന് മാറും. ഇല്ലെങ്കിലോ? എടീ, മര്യാദക്കാണെങ്കിൽ ഒരു ജപ്തിയും വേണ്ടി വരില്ല. ഒരു 12 ലക്ഷം രൂപ ഉണ്ടാവാൻ അറക്കിൽ അബൂബക്കർ ഹാജി ഒന്നും വേണ്ട. അയാളുടെ മോൻ വിചാരിച്ചാലും മതി. പക്ഷെ അതിന് ആണുങ്ങളെ ആണുങ്ങളായിട്ട് കാണാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാവണം. ആണുങ്ങളോ? വഴിയിലൂടെ പോകുന്ന 2 പെണ്ണുങ്ങളെ തടഞ്ഞു നിർത്തി വീരവാദം പറയാൻ ഈ കിങ്കരന്മാരുടെ അകമ്പടിയോടെ വന്ന നീയാണോ ആണ്? അതോ വിശ്വസിച്ച് കൂടെ കൊണ്ട് നടന്നവനെ പോലും ചതിക്കാൻ പഠിക്കാത്ത നിന്റെ ബാപ്പ അബൂബക്കർ മുതലാളിയോ? നിനക്ക് കാണണോ? ആണുങ്ങൾ ആരാണെന്ന് നിനക്ക് കാണോടി? വിടടാ അവളെ, എന്റെ മോടെ കയ്യിൽ നിന്ന് വിട. ഒരുപാട് ചിലച്ചാലുണ്ടല്ലോ, വെട്ടിയെറിഞ്ഞ് കടപ്പുറത്തെ കാക്കകൾക്ക് എറിഞ്ഞു കൊടുക്കും ഞാൻ. അതോടെ തീരും വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ പരമ്പര. മോളൊന്ന് ആലോചിച്ചോ. ഇതിപ്പോ ഇങ്ങനെ ഒരു പരാതി കൊടുത്തുകൊണ്ടോ നമ്മൾ ആരെങ്കിലും അവിടെ ചെന്ന് അന്വേഷിച്ചതുകൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരൊക്കെ വലിയ പിടിപാടുള്ള ആളുകളാ. ഇല്ല സാർ, ഞാനിത് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിങ്ങനെ വിട്ടാ ഏത് റൗഡിക്ക് നാളെ ഈ നാട്ടിലെ ഏത് പെണ്ണിനും കയറി പിടിക്കാം, ഏത് വീട്ടിലും ഏത് അസമയത്തും കയറി ചെല്ലാം. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനല്ലേ പോലീസ് സ്റ്റേഷനും നിയമവും കോടതിയൊക്കെ. എനിക്ക് പുതിയ SI ഒന്ന് കാണണം. കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. ഞാനാണ് പുതിയ SI. എന്ത് പരാതിയാണേലും എന്നോട് പറയാം. അകത്തിരിക്കാം എന്റെ മുറിയിൽ. പിള്ളേ, ആ കംപ്ലൈന്റ് എന്റെ മുറിയിൽ എത്തിച്ചേക്കാം. അറക്കൽ അബൂബക്കർ ഹാജി മകൻ ഷെറീഫ്, അവനെ ഞാൻ പൊക്കിക്കോളാം. അതിന് ഈ കംപ്ലൈന്റ് ധാരാളം മതി. പക്ഷെ അത് മാത്രം പോരല്ലോ, ഈ പറഞ്ഞ അബൂബക്കർ ഹാജിയുടെ കേസൂടെ നമുക്കൊന്ന് സെറ്റിൽ ചെയ്യണ്ടേ? പ്രതികാരത്തിന് വേണ്ടിയോ കൈവിട്ട സ്വത്ത് തിരിച്ചെടുക്കാനോ അല്ല സാർ. സ്വന്തം വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ. അതെങ്കിലും ഒന്ന് ഒഴിവാക്കാനായാ ഇതിനൊരു വഴി കാണിച്ചു തന്ന പടച്ചോൻ അനുഗ്രഹിക്കും എന്റെ കുട്ടിയെ. പോലീസിനെ ഏൽപ്പിച്ച പണി പോലീസും പടച്ചോന്റെ പണി പടച്ചോനും ചെയ്യട്ടെ. എന്നാ ഉമ്മയും ചെല്ല്, ആവശ്യമുള്ളപ്പോ ഞാൻ വിളിപ്പിച്ചോളാം. എന്താടോ ഹബീബെ, പുരേന്റെ മുമ്പിൽ ഒരു പോലീസ് കാവല്? വല്ല സെർച്ചോ റെയ്ഡോ എന്തെങ്കിലും ആണോ? ഏയ് അതല്ല, സ്റ്റേഷനിൽ പുതിയ SI ചാർജ് എടുത്തിട്ട് ഇപ്പോ 3-4 ദിവസമായി. ഞാനും കേട്ടു. തെക്കനാ അല്ലേ? എന്താ അയാളുടെ പേരെന്ന് പറഞ്ഞത്? സോളമൻ ജോസഫ്. സമയം കിട്ടുമ്പോ ഒന്നിങ്ങോട്ട് കൂട്ടിക്കോ, ഒന്ന് പരിചയമായിക്കോട്ടെ. കൊണ്ടുവരാം. പക്ഷെ ഇപ്പോ സോളമൻ സാറ് പറഞ്ഞത് ഞാൻ മുതലാളിയോട് പറയുന്നതേ ഉള്ളൂ. ഒന്ന് സ്റ്റേഷൻ വരെ കൂട്ടിക്കൊണ്ടേ എല്ലാം പറഞ്ഞു. മുതലാളി സൗകര്യം പോലെ ഒന്നാവഴി വന്നാ മതി. എന്റെ കൂടെ ഇപ്പൊ വരണമെന്നില്ല. എടോ, കാര്യം എന്തായാലും എനിക്കിപ്പോ സ്റ്റേഷനിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടറെ ഒന്ന് കാണണം, ഒരു ചെക്കപ്പ്. ഏതായാലും പുതിയ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് ആദ്യം വിളിപ്പിച്ചതല്ലേ ഷെരീഫേ? ഒന്ന് അതുവരെ പോയി ഏമാനെ ഒന്ന് മുഖം കാണിച്ചിട്ട് വാ. താമസിക്കും, ഞാൻ വന്നേക്കാം. വരണം മിസ്റ്റർ അബൂബക്കർ ഹാജി. ആളിത്ര എങ്ങായിരിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇരിക്കണം. ഞാൻ അബൂബക്കർ ഹാജി അല്ല, ഷെരീഫാണ്. അബൂബക്കർ ഹാജിയുടെ മോൻ. മോന്? അതെന്നാ പണിയാ? മോനെ അല്ല അപ്പനെ വിളിക്കാനാണല്ലോ ഞാൻ ആളെ അയച്ചത്. ഉപ്പാക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്നെ അയച്ചത്. അതെന്നാ പരിപാടിയാ? അപ്പന് പകരം മോനെ കൊണ്ടുവന്ന് കാണിച്ചാ എങ്ങനെയാ ശരിയാകുന്നത്? എടോ, പള്ളിയറയിലായാലും പോലീസ് ലോക്കപ്പിലായാലും വാപ്പ കിടക്കേണ്ടടുത്ത് വാപ്പ തന്നെ കിടക്കണം. മോൻ കിടന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് താൻ ചെല്ല്, എന്നിട്ട് അങ്ങേരോട് ഇങ്ങ് വരാൻ പറ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരും. കാര്യം എന്താന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞോളാം. ഇയാൾക്ക് ഈ ഏരിയ വലിയ പരിചയമില്ലാഞ്ഞിട്ടാ. പിള്ള സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. അറക്കൽ അബൂബക്കർ ഹാജിയുടെ മോൻ ഷെരീഫ്. 5-8 ബോഡി ഗാർഡുകളെ ചുറ്റും നിൽക്കാനുണ്ടെങ്കിൽ റോഡേ കൂടെ പോകുന്ന ഏത് പെണ്ണിന്റെയും കൈ കയറി പിടിക്കാൻ മാത്രം ചങ്കറപ്പുള്ള ധീരൻ. അതിനുള്ളത് നിനക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നീ പോ, എന്നിട്ട് ചെക്കപ്പിന് പോയിരിക്കുന്ന നിന്റെ വാപ്പേനോട് ചെന്ന് പറ, അറക്കൽ അബൂബക്കർ ഹാജി അല്ല, ചത്തുപോയ അയാളുടെ വാപ്പയും വാപ്പേന്റെ വാപ്പ എഴുന്നേറ്റ് വരും. സോളമൻ വിളിച്ച അതിനുള്ള ആവാഹന മന്ത്രമൊക്കെ പഠിച്ചിട്ടാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. മോൻ ചെല്ല്. അവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു.
തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. ഇങ്ങോട്ട് വന്നതും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ടാണ്. ആ വരട്ടെ, നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ലപ്പാ. ചെയ്യേണ്ട പണിയൊക്കെ എനിക്കറിയാം. കയ്യോ കാലോ ഏതെങ്കിലും ഒന്ന് ഞാൻ എടുക്കും. അതിന് വലിയ സമയമൊന്നും വേണ്ട. ഞാൻ സോളമൻ, സബ് ഇൻസ്പെക്ടർ സോളമൻ ജോസഫ്. അറക്കൽ അബൂബക്കർ ഹാജി. ഞാൻ ഒരുപാട് കേട്ടു. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ബദിയെടുക്കെ പറ്റി ഒരു വ്യക്തമായ പിക്ചർ എനിക്ക് കിട്ടിയായിരുന്നു. ഇവിടുത്തെ ജീവിതത്തെ പറ്റി, ജനങ്ങളെ പറ്റി, ഈ ജനങ്ങൾക്കെല്ലാം എല്ലാമായ അബൂബക്കർ ഹാജിയെ പറ്റി. ക്ഷമിക്കണം, എന്റെ ഒരു നേച്ചറാ ആദ്യം നേരെ ഓപ്പോസിറ്റ് ആയ ഒരു ഇമേജ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കമ്പനി ആവാന്നുള്ളത്. അതിനാ ഹബീബിനോട്ട് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചത്. മുതലാളി വരികയില്ല എന്നുള്ള കാര്യം എനിക്ക് അച്ചട്ടല്ലയോ. പിന്നെ മോനെ ഞാനൊന്ന് ഇളക്കി നോക്കിയതാ. പക്ഷേ പോരാ കേട്ടോ, ഇളകുമല്ല പറഞ്ഞിങ്ങ് പോരുകയും ചെയ്തു. എന്തോന്ന് ഷെറീഫ് ഇത്, അറക്കൽ അബൂബക്കറിന്റെ മോനെന്ന് പറയുന്നതിനും വേണ്ടായ ഒരു ചങ്കറപ്പക്കാൻ. സ്വർണ്ണക്കരണ്ടിയും വായിൽ വെച്ചോണ്ട് ജനിച്ച മക്കളല്ലേ, ഇളം വെയിൽ കൊണ്ടാ മതി വാടിപ്പോവാൻ. വരീൻ, അകത്തിരിക്കാം. കുടിക്കാൻ എന്താ? എന്തും. ഒന്ന് കളയണ്ട സബ് ഇൻസ്പെക്ടറെ. ആ നരുന്ത് പോലത്തെ പെണ്ണ് വിചാരിച്ച എന്ത് നടക്കുന്ന? ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ എവിടാന്ന് വെച്ചാ പോട്ടെ, നമുക്ക് നോക്കാന്നേ. ഇതാ ഞാൻ പറയുന്ന അബൂബക്കർ ഹാജി ഇനിയും ലോകം കണ്ടിട്ടില്ല എന്ന്. ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒന്നും അല്ല, അതിനേക്കാൾ വലിയ കോടതിയാണ് ഈ നാട്ടിലെ പത്രങ്ങളും പിന്നെ ചില ഈ വനിതാ സംഘടനകളും ഒക്കെ. അവരുടെ എങ്ങാനും കയ്യിൽ ഇത് കിട്ടിയ സ്വത്ത് അങ്ങനെയും തിരിച്ചു കൊടുത്താലും വേണ്ടൂല്ല, ചെവിതല കേട്ടാ മതി എന്നാവും മുതലാളിക്ക്. അവരാണ് ഇപ്പോഴും ഐസ്ക്രീമും കോപ്പും ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് പുതിയൊരു ഇഷ്യൂവിന് വേണ്ടി വലയം വെച്ച് കാത്തിരിക്കുക. അങ്ങനെ ഒരു പരാതിയും കൊണ്ട് പോണെങ്കിൽ തന്നെ അതിനെന്തേലും തെളിവോ കാര്യങ്ങളോ വേണ്ടേ? തെളിവില്ലെന്ന് ആരാ പറഞ്ഞത്? നല്ല സോളിഡ് എവിഡൻസ് എന്തെല്ലാമോ ആ പെങ്കൊച്ചിന്റെ കയ്യിലുണ്ട്. എന്നതാന്ന് പറഞ്ഞില്ലേലും അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് ഉറപ്പാണ്. പിന്നെ ഈ പറയുന്ന സംഘടനക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു തെളിവും വേണ്ട. നാറ്റിച്ച് കളയും എല്ലാം കൂടെ. ഞാൻ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം? ഇൻസ്പെക്ടർ സാർ തന്നെ പറ. ഒന്നുകിൽ അനുനയിപ്പിച്ച്, അല്ലെങ്കിൽ ഭീഷണി കൊണ്ട്. ഏത് വഴിക്കായാലും അവളെ കൊണ്ട് ആദ്യം ആ പരാതി പിൻവലിപ്പിക്കണം. അനുനയിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. മറ്റേ പണി തന്നെ നടക്കുള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ രംഗം വിട്ടിട്ട് മതി. കാര്യങ്ങൾ എന്റെ വഴിക്ക് ഞാൻ ശരിയാക്കി തരാം. ഏത് വഴി എന്നൊന്നും നിങ്ങൾ അറിയണ്ട. പക്ഷേ ബാപ്പൂട്ടി മുതലാളിയുടെ സ്വത്തിനെ പറ്റി നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അതെന്തായാലും ഉണ്ടാക്കിയത് ചില്ലറ എമൗണ്ട് അല്ലല്ലോ. അപ്പോ അത് സമാധാനമായിട്ട് അനുഭവിക്കാൻ ഒരു തുക ചെലവാക്കേണ്ടി വരും. അതെത്രയാണെന്ന് മുതലാളി തീരുമാനിച്ചാൽ മതി. ഞാൻ സ്റ്റേഷനിലുണ്ടാവും. ഒരു തുക ഞാൻ കൊടുത്തയക്കും. ഇൻസ്പെക്ടർ എന്നോട് കണക്കൊന്നും പറയരുത്. കണക്ക് ഞാൻ പറയുന്നില്ല. പക്ഷെ പണം എപ്പോഴും പണം തന്നെ. അവിടെ സെന്റിമെന്റ്സ് ഇല്ല, സ്നേഹവും ബന്ധവും ഒന്നുമില്ല. അല്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം അല്ലയോ ഈ നിൽക്കുന്നത്. വരട്ടെ. കാശ് കൊടുക്കണോപ്പാ? ഇവൻ വേണം. കാരണം ഓന്റെ കയ്യിൽ മരുന്നുണ്ട്. തൽക്കാലം നമുക്ക് അവരെ ചോദിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു. വാട്ട് എ ഫാന്റാസ്റ്റിക് ജോബ്. എനിക്ക് ഇയാളോട് ഭയങ്കര അസൂയ തോന്നുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് ഈ ജന്മത്തിൽ പോലീസുകാരാണെന്ന്. തിരിച്ചൊരുപാട് സുഹൃത്തം ചെയ്തവരൊക്കെ സ്കൂൾ ടീച്ചേഴ്സ്. എന്റെ ഒരു തിയറിയാണ് കേട്ടോ, കാര്യമാക്കണ്ട. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു.
കാര്യം എന്താന്ന് പറഞ്ഞാ ഓ വെറുതെ ഇതുവഴി പോയപ്പോഴാ ഓർത്തത് താൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണല്ലോ എന്ന്. അയൽക്കാര് തമ്മിലുള്ള ബന്ധം വെറും പോലീസ് സ്റ്റേഷൻ വഴിക്ക് മാത്രം ആവരുതല്ലോ എന്ന് വിചാരിച്ചു. കാക്കി അഴിച്ചു വെച്ചാൽ ഞാനും ഒരു സാധാരണ മനുഷ്യനാണല്ലോ. പ്ലീസ്, ഇതൊരു സ്കൂളാണ്. സോറി, വിവരങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു. താൻ പറഞ്ഞ ആ സംഭവം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന. പക്ഷെ ഈ കാര്യത്തിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ ഈ അബൂബക്കർ ഹാജിക്കെതിരെ ഒരു മൊഴി തരാനോ ഇവിടെ ആരും തയ്യാറല്ല. കാരണം എല്ലാരും പറയുന്നത് തന്നെ, ദേ ആർ വെരി ഡേഞ്ചറസ്. പിന്നെ കാശിന് കാശുണ്ട്, എല്ലായിടത്തും നല്ല പിടിപാടുമുണ്ട്. എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാനങ്ങ് പറയുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഞാൻ ആ വീട്ടിൽ താമസമുണ്ട്, അവന്മാർക്കൊരു പേടി കാണും. ഇനി ഒരു രാത്രി ഞാൻ അവിടെ ഇല്ലെങ്കിലും പ്രായം തികഞ്ഞൊരു പെണ്ണും വയസ്സായ ഒരു ഉമ്മയും തനിച്ച് ആർക്ക് എന്നതാ ചെയ്യാൻ പാടില്ലാത്ത? അതുകൊണ്ട് ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് കിട്ടുന്ന ചില്ലറയും വാങ്ങിയ പരാതി പിൻവലിക്കുവാണെ ഒരു വാടക വീട്ടിലേക്ക് മാറിയാലും മനസമാധാനമായിട്ട് ജീവിക്കാം എന്നാ പറയുന്നത്. ഈ കോംപ്രമൈസിന് സാറിന് എന്ത് കിട്ടും? ഒരു പോലീസുകാരന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ സർക്കാരിൽ നിന്ന് ശമ്പളം കിട്ടും, വേറെ എന്നാ കിട്ടാന്? കിട്ടിക്കാണുമല്ലോ. നട്ടലുള്ളൊരു പോലീസ് ഓഫീസറെങ്കിലും ഉണ്ടല്ലോന്നാ ആ പരാതിയും കൊണ്ട് സ്റ്റേഷനിൽ വന്നപ്പോ എനിക്ക് തോന്നിയത്. ആ നട്ടല് അറയ്ക്കൽ അബൂബക്കറിന്റെ വീട്ടിൽ പണയം വെച്ചിട്ട് രാത്രി അയാളുടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടതാ. ആ കിട്ടിയ ചില്ലറ സാർ അവിടെ സൂക്ഷിച്ചു വെച്ചാ മതി, എനിക്ക് വേണ്ട. നീ സംസാരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ സോളമനോടാണ്, അത് മറക്കണ്ട. സബ് ഇൻസ്പെക്ടർ എന്നത് നിയമത്തിന്റെ അവസാന വാക്കല്ലല്ലോ സാർ. അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ കൈകൾക്ക് ഈ കാക്കി ഷർട്ടിന്റെ പോക്കറ്റ് വരെ നീളമുള്ളൂ. അതിനപ്പുറം ഒരുപാട് ലോകമുണ്ട്. അത് മുഴുവൻ എത്തിപ്പിടിക്കാനുള്ള നീളം അയാളുടെ കൈകൾക്കില്ല. അത് മനസ്സിലാക്കാനുള്ള വലുപ്പം നിങ്ങളുടെ മനസ്സിനുമില്ല. പിന്നെ ഞാൻ എഴുതി തന്ന പരാതിക്ക് ഇനി വലിയ വിലയൊന്നുമില്ലെന്നറിയാം. സാർ തന്നെ അത് കയറി ചവറ്റുകുട്ടിയിലിട്ടേക്ക്. അതിനുവേണ്ടി എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണമെന്നില്ല. സബ് ഇൻസ്പെക്ടർ സോളമൻ, ഇത്തിരി പോന്നൊരു പുഴു. എവിടെ പോയടോ സോളമ തന്റെ അഹംഭാവം? അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവളോടൊരു മറുപടി പോലും പറയാൻ പറ്റാതെ. സാർ എന്തൊക്കെയോ ഉണ്ടാക്കി കളയുമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഒതുങ്ങിയത്. ഇല്ലെങ്കിൽ പറ, ഒരു രാത്രി മതി എല്ലാം കൂടി ചുരുട്ടിക്കൂട്ടാൻ. ഒരു പരാതിയും കൊണ്ട് ഒരാളും വരില്ല എവിടെയും. മോനെ ഷെറീഫേ, നീ നിയമം കയ്യിലെടുക്കല്ലേ. അതിനോട് ഞങ്ങളുണ്ട് പോലീസുകാർ. ഒഴിയടാ. അവൾ എന്നോട് കാണിച്ചേക്ക താൻ കള. പക്ഷെ നിങ്ങളോട് വാങ്ങിയ പണത്തിന്റെ നീതി എനിക്ക് നിങ്ങളോട് കാണിക്കണം. സർക്കാർ തരുന്ന ശമ്പളത്തിന് സർക്കാരിനോടും. അതുകൊണ്ടെല്ലാം നിയമപ്രകാരമേ നടക്കാവൂ. അതേ നടക്കൂ. നിന്റെ പേരെന്താ? സൈദുന്ന. ഈ സൈദിന് നാളെ എനിക്കൊന്ന് കിട്ടണം. വിഷമിക്കാണ്ടിരിക്കും മോളെ. ദിവസം 5 നേരം പഠിച്ചോന്റെ മുമ്പിൽ മുട്ടുത്തിക്കൊണ്ടൊന്നും കാര്യമല്ല. ചെയ്ത തെറ്റിന് എന്നെ അനുഭവിക്കേണ്ടി വരും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട്. ആട്ടെ, നമ്മക്കിപ്പോ എങ്ങനെയുണ്ട്? വയ്യ. ശരീരത്തിനല്ല, മനസ്സിനാ കൂടുതൽ. എന്നെയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ള പേടി ഉമ്മയ്ക്ക്. വയസ്സായ ഉമ്മയും കൊണ്ട് എവിടെ പോകുന്നുള്ള ആദ്യം എനിക്ക്. നദിയാനൊന്ന് കൂട്ടിച്ചെല്ലാൻ പറഞ്ഞതാ അബൂബക്കർ മുതലാളി. ഇതെന്താ ഇപ്പൊ ഒരു കൂട്ടിച്ചെല്ലല്? ബാങ്കിൽ എന്തോ പൈസ കൊടുക്കുന്ന കാര്യത്തിനാ. അത്യാവശ്യം എന്നാ പറഞ്ഞേ. ഓർക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാൻ? ലേറ്റ് ആക്കരുന്ന് പ്രത്യേകം പറഞ്ഞതാ. ബാങ്ക് അടയ്ക്കുമ്പോ അവിടെ എത്തേണ്ടതാ. ഇതിപ്പോ ഞാൻ എന്താ വേണ്ടത്? മോള് പോ. പഠിച്ചോൻ വിചാരിച്ചിട്ട് മൂപ്പർക്ക് ചിലപ്പോ നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ടാവും. മോളൊന്ന് ചെന്നാളാ.
ഇറങ്ങി വരും. ഇവിടെയോ? ഇവിടെ എന്താ? ഇവിടെ മുതലാളി ഉള്ളേ, മുകളിൽ മുറിയിരിക്കുക. അത് വേണ്ട, ഇവിടെ കയറി സംസാരിക്കാൻ ഞാനില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ സമ്മതിച്ചിട്ടില്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നേ. അനാവശ്യം പറയരുത്. വീട്ടിലേക്ക് വിചാരിച്ചിട്ടാ ഞാനിതിൽ കയറിയത്. എനിക്കാരും കാണണ്ട. എന്നെ വീട്ടിൽ വിട്ടാ മതി, അല്ലെങ്കിൽ വേണ്ട ഞാൻ പൊക്കോളാം. ഇതായിപ്പോ നന്നായേ. വീടായാലും ലോഡ്ജായാലും നിങ്ങൾക്ക് എന്താ? കാശ് കിട്ടിയ പോരെ? എനിക്ക് തന്നെ മുതലാളിയുടെ കാശ് വേണ്ട, എനിക്കല്ല കാണും വേണ്ട. വഴിന്ന് മാറ്. അങ്ങനെ പോയാലോ? എന്നാ പിന്നെ വാങ്ങിയ കാശ് തിരിച്ചു തന്നിട്ട് പോ. എന്താ പ്രശ്നം? കാശ് കൊടുത്തെല്ലാം പറഞ്ഞുറപ്പിച്ച് കൊണ്ടുവന്നതാ. എന്നിട്ടിപ്പം വാക്ക് മാറിയാലോ? അങ്ങനെ വിടാൻ പറ്റുമോ? പിന്നെ അബൂബക്കർ ഹാജി പിന്നെ ആളൊക്കെ മാത്രം മൊഞ്ച. എന്നാ പിന്നെ കാശ് വാങ്ങിക്കുമ്പോ പറയണ്ടേ സെയ്ദിന്റെ കൂടെ നീ ലോഡ്ജിലേക്ക് വരൂലെന്നുള്ളത്? എന്നതാ എന്നതാ ഇവിടെ പ്രശ്നം? നാറ്റ കേസാ സാറേ. ഇയാള് കൊടുത്ത കാശ് വാങ്ങി ഇവള് ഇവന്റെ കൂടെ വന്നാ ലോഡ്ജിലേക്ക്. ഇവിടെ ആളും ബഹളവും കണ്ടപ്പോ ഇവള് പറ്റില്ല എന്ന് പറഞ്ഞു. അയാള് കാശ് തിരിച്ചു ചോദിച്ചു. അതേ തുടർന്നുണ്ടായ പ്രശ്നം. പട്ടാപ്പകല് വ്യവചാരമാണല്ലടാ റാസ്കൽ. സദാശിവ ജീവിക്കല്ലോ. ഇങ്ങോട്ട് നടക്കണം. നിന്നോട് പ്രത്യേകം പറയണോടെ. ഹബീബേ, പിടിച്ച് കേട്ട്.